2026-2027 ബജറ്റിനെ മുക്കം നഗരസഭ പ്രഹസനമാക്കിയെന്ന് വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പൽ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ ആരോപിച്ചു. മുൻ വർഷങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളായ മുനിസിപ്പൽ കെട്ടിടം, ശ്മശാനം, വ്യവസായ പാർക്ക്, നഗരത്തിൽ പേ പാർക്കിംഗ്, ഷീ ലോഡ്ജ് പദ്ധതികൾ, ഇരുവഴിഞ്ഞി പുഴയോര സംരക്ഷണം തുടങ്ങിയ വാഗ്ദാനങ്ങൾ ജലരേഖയായി മാറിയെന്നും അവർ ആരോപിച്ചു. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും അടിസ്ഥാനമാവേണ്ട ബജറ്റിനെ മുക്കം നഗരസഭ പ്രഹസനമാക്കിയെന്ന് വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പൽ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ ആരോപിച്ചു. മുൻ വർഷങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളായ മുനിസിപ്പൽ കെട്ടിടം, ശ്മശാനം, വ്യവസായ പാർക്ക്, നഗരത്തിൽ പേ പാർക്കിംഗ്, ഷീ ലോഡ്ജ് പദ്ധതികൾ, ഇരുവഴിഞ്ഞി പുഴയോര സംരക്ഷണം തുടങ്ങിയ വാഗ്ദാനങ്ങൾ ജലരേഖയായി മാറി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ബജറ്റിൽ പദ്ധതികളില്ലെന്നും പല കുടിവെള്ള പദ്ധതികളും അടിയന്തരമായി അറ്റകുറ്റപ്രവൃത്തികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കേണ്ടതും നവീകരിക്കേണ്ടതുമാണെന്നിരിക്കെ ഇതിനായി പ്രത്യേക ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. മുനിസിപ്പാലിറ്റിയിലെ ഉന്നതികളിലെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യത്തെ പൂർണ്ണമായും അവഗണിക്കുകയും വെള്ളപ്പൊക്ക ദുരിതാശ്വാസം നേരിടാൻ പ്രത്യേക പദ്ധതികളില്ലാതിരിക്കുകയും മലയോര മേഖലയിലെ വിപണി കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന കർഷകർക്ക് ആശ്വാസമേകുന്ന കാർഷിക വിപണന കേന്ദ്രം പരിഗണിച്ചതേയില്ലെന്നും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വ്യാപനം, കർഷകർ നേരിടുന്ന വന്യജീവി ശല്യം, ഇരുവഴിഞ്ഞിപ്പുഴയിലെ നീർനായ ശല്യം എന്നിവ നേരിടാൻ കർമ്മ പദ്ധതികളില്ലെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. അടിസ്ഥാന വിഷയങ്ങളെ അഭിമുഖീകരിക്കാതെ മറ്റു വാഗ്ദാനങ്ങൾ നൽകി നഗരസഭ ബജറ്റിനെ പ്രഹസനമാക്കുകയാണെന്നും വാർത്താക്കുറിപ്പിലൂടെ പറയുന്നു. മുക്കം മുനിസിപ്പൽ പ്രസിഡന്റ് കെ അബ്ദുൾ റഹീം, സെക്രട്ടറി ഗഫൂർ മാസ്റ്റർ, ഗഫൂർ പട്ടശ്ശേരി, റൈഹാന കല്ലുരുട്ടി, മനോജ് കാഞ്ഞിരമൊഴി, അനുപമ പട്ടശ്ശേരി, ഉബൈദ് കെ, സലീന എന്നിവരാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.